കാട്ടാക്കട കുരുതംകോടിൽ കോഴിഫാമിൽ ചത്ത കോഴികളെ പുരയിടത്തിൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ടു. നാട്ടിലാകെ ഈച്ചയും ദുർഗന്ധവും വമിച്ചത് വലിയ പ്രശ്നമുണ്ടാക്കി. സ്വകാര്യ കോഴിഫാം പൂട്ടാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കാട്ടാക്കട പഞ്ചായത്ത്. കുഴിച്ചിട്ട 6000-ലേറെ കോഴികളെ വീണ്ടും സംസ്കരിക്കും. കുരുതംകോട് സ്വകാര്യ കോഴിഫാമിൽ ചത്ത കോഴികളെ നെയ്യാറിന്റെ സമീപത്തെ പുരയിടത്തിലെ വിവിധയിടങ്ങളിലായി കുഴിച്ചുമൂടി. പ്രദേശത്താകെ ഈച്ചശല്യവും ദുർഗന്ധവും വർദ്ധിച്ചതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. കഴിഞ്ഞ 20 ദിവസമായിട്ട് എല്ലാ വീടുകളിലും ഒരുപോലെ ഈച്ച ശല്യമായിരുന്നു. ഞങ്ങൾ പഠിച്ച പണി 18 പ്രയോഗിച്ചിട്ടും ഈ ഈച്ചയെ മാറ്റാൻ കഴിയുന്നില്ല. ഓരോ ഈച്ചയാണെങ്കിൽ വളരെ വലിപ്പമുള്ളൂ, നമ്മൾ സാധാരണ കാണുന്ന ഈച്ച പോലെയുമല്ല. ഈ ഈച്ചകളുടെ ഉറവിടം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ കോഴിഫാമിൻ്റെ അടുത്ത് ഭയങ്കര ദുർഗന്ധവും ഓരോ ഹോളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈച്ച പൊങ്ങുന്നത് കണ്ടത്. ഒടുവിൽ ആളുകൾ വന്ന് പരിശോധിച്ചപ്പോഴത്തേക്കും കോഴിയെ ബൾക്കായിട്ട് കൊന്നതല്ല, ചത്തുപോയതാണ്, കൂട്ടിയിട്ടേക്കാണ്. ഈ 5000 കണക്കിന് കോഴികളെ കൊന്നിട്ടിട്ട് ഈ ചത്തുപോയ കോഴികളെ ഇവിടെ കൊണ്ട് കത്തിച്ചിട്ട് ആ കോഴികൾ കാരണമാണ് ഈ അസുഖം വരുന്നതെന്നാണ് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത്രയും ആ വയറുവേദന അത്രയും സഹിച്ചാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. തുടർന്ന് കാട്ടാക്കട പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചത്ത 6000-ഓളം കോഴികളെ ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തി. കോഴിഫാം താൽക്കാലികമായി പൂട്ടാൻ നോട്ടീസ് നൽകി. ഫാമിന് സമീപം വിവിധയിടങ്ങളിലായി കുഴിച്ചുമൂടിയ അഴുകിയ നിലയിലുള്ള കോഴികളെ പുറത്തെടുത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്നും പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ശുചീകരണം ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത പറഞ്ഞു. സമയബന്ധിതമായി ശാസ്ത്രീയമായ രീതിയിൽ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾ പോവുകയുള്ളൂ. ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യമാണ് പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യം. അവരുടെ ആരോഗ്യം നന്നായിരിക്കണം എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞ ദിവസങ്ങളിൽ കുരുതംകോട് ക്ഷേത്രത്തിനടുത്തെ പൂന്തോട്ടം ഭാഗങ്ങളിൽ വീടുകളിൽ ഈച്ചശല്യം രൂക്ഷമായിരുന്നു. അസഹനീയമായ ദുർഗന്ധവും അനുഭവപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പലയിടത്തു നിന്നും ചത്ത കോഴികളെ കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.